RICT ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് കോപ്പർ ട്യൂബിൽ നമ്മൾ ചെയ്യാറുള്ള ഫ്ലെയറിങ് എന്ന പ്രോസസ്സാണ്. ഇനി എപ്പോഴാണ് നമുക്കൊരു കോപ്പർ ട്യൂബിൽ ഫ്ലെയറിങ് ചെയ്യേണ്ടി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു ഷട്ട് ഓഫ് വാൽവാണ്. റെഫ്രിജറൻ്റ് ഗ്യാസിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷട്ട് ഓഫ് വാൽവുകളിൽ ചിലപ്പോൾ നമുക്ക് ഇതുപോലെ കോപ്പർ ട്യൂബുകൾ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ കോപ്പർ ട്യൂബ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കണക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനുവേണ്ടി ഇത്തരത്തിലുള്ളൊരു നട്ട് ഉപയോഗിക്കും. ഇതിന് നമ്മൾ ഫ്ലെയർ നട്ട് എന്നാണ് പറയുന്നത്. ഇത് 4 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 1/4 ഇഞ്ചിൻ്റെ ഫ്ലെയർ നട്ടാണ്. ഫ്ലെയർ നട്ടിലേക്ക് കോപ്പർ ട്യൂബ് ഇവിടെ കാണിച്ചിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. പക്ഷേ ആ ജോയിൻറ്റിൽ നിന്നും ഗ്യാസ് ലീക്കാകാതെ ടൈറ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കോപ്പർ ട്യൂബിൻ്റെ അറ്റം നമ്മളൊരു ഫണലിൻ്റെ അല്ലെങ്കിൽ ഒരു ചോർപ്പിൻ്റെ ഷേപ്പിൽ ഷേപ്പിൽ വിടർത്തിയെടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഫ്ലെയറിങ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഷട്ട് ഓഫ് വാൽവ് കൂടാതെ പല തരത്തിലുള്ള വാൽവുകൾ നമ്മൾ എയർ കണ്ടീഷൻ ഫീൽഡിൽ റെഫ്രിജറേഷൻ ഫീൽഡിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നമുക്ക് ഫ്ലെയറിങ് ചെയ്യേണ്ടി വരും. പല അളവിലുള്ള കോപ്പർ ട്യൂബുകൾ നമ്മൾ റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ ഫീൽഡുകളിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോപ്പർ ട്യൂബുകളിൽ ഫ്ലെയറിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ കിറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫ്ലെയറിംഗ് ടൂൾ എന്നാണ് ഈ ഉപകരണത്തിൻ്റെ പേര്. ഈ ഉപകരണം 2 കമ്പോണൻറ്റുകൾ ചേർന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കമ്പോണൻറ്റിനെയാണ് നമ്മൾ ഫ്ലെയറിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഫ്ലെയറിംഗ് ബ്ലോക്കിൽ പല വലുപ്പത്തിലുള്ള ദ്വാരങ്ങൾ കാണാം. അപ്പോൾ ഈ ഓരോ ദ്വാരങ്ങളും അതേ വലുപ്പത്തിലുള്ള കോപ്പർ ട്യൂബുകൾ കയറ്റി വെക്കാൻ ഉള്ളതാണ്. അപ്പോൾ ഈ ഫ്ലെയറിംഗ് ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് 2 പീസായിട്ടാണ്. അപ്പോൾ ആ 2 പീസുകൾ ടൈറ്റ് ചെയ്യാൻ വേണ്ടി സൈഡിലായിട്ട് 2 നട്ടുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് കോപ്പർ ട്യൂബാണോ ഫ്ലെയറിങ് ചെയ്യേണ്ടത് ആ കോപ്പർ ട്യൂബ് ഇതിൽ കയറ്റിയതിന് ശേഷം നന്നായി ടൈറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ കമ്പോണൻറ്റ് ഇതിനെ ഫ്ലെയറിങ് യോക്ക് എന്ന് പറയും. ഈ ഫ്ലെയറിങ് യോക്ക് ആ ഫ്ലെയറിംഗ് ബ്ലോക്കിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഹാൻഡിലിൽ നമ്മൾ കറക്കുന്നു. ആ സമയത്താണ് കോപ്പർ ട്യൂബിൽ ഫ്ലെയറിങ് ചെയ്തു വരുന്നത്. ഫ്ലെയറിങ് ചെയ്യാൻ വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന ഒരു 1/4 ഇഞ്ച് അഥവാ 4 ഇഞ്ചിൻ്റെ കോപ്പർ ട്യൂബാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏകദേശം 6 മില്ലിമീറ്ററോളമാണ് അതിൻ്റെ ഡയമീറ്റർ വരുന്നത്. ഈ കോപ്പർ ട്യൂബിലാണ് ഇന്ന് ഫ്ലെയറിങ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇനി ഈ 2 ഫ്ലെയറിംഗ് ബ്ലോക്കുകളിൽ ഏത് ബ്ലോക്കിലാണ് നമുക്ക് ആ 1/4 ഇഞ്ചിൻ്റെ ഹോള് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ബ്ലോക്കിലാണ് ആ ഹോളുള്ളത്. അപ്പോൾ ഈ ഹോളിൽ കോപ്പർ ട്യൂബ് വെച്ചിട്ടാണ് നമുക്ക് ഫ്ലെയറിങ് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് ഫ്ലെയറിംഗ് ബ്ലോക്കിൻ്റെ സൈഡിലുള്ള 2 നട്ടുകൾ അതിനെ വിങ് നട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരല്പം ലൂസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് കോപ്പർ ട്യൂബ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റേണ്ടത്. നമുക്ക് കോപ്പർ ട്യൂബിൻ്റെ ഏത് സൈഡിലാണോ ഫ്ലെയറിങ് ചെയ്യേണ്ടത് ആ സൈഡ് മുകളിലേക്ക് വരത്തക്ക വിധമാണ് നമ്മൾ കോപ്പർ ട്യൂബ് ഫ്ലെയറിംഗ് ബ്ലോക്കിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. ഫ്ലെയറിംഗ് ബ്ലോക്ക് ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കോപ്പർ ട്യൂബ് ഒരു നിശ്ചിത ഹൈറ്റ് ഫ്ലെയറിംഗ് ബ്ലോക്കിൻ്റെ മുകളിലേക്ക് ഉയർത്തി വെക്കണം. അപ്പോൾ ആ ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ചെറിയ കാൽക്കുലേഷൻ വഴിയാണ് ഫ്ലെയറിംഗ് ഹൈറ്റ് H=D/3 അതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ H എന്ന് പറയുന്ന ഹൈറ്റാണ് നമ്മൾ ഫ്ലെയറിംഗ് ബ്ലോക്കിന് മുകളിലേക്ക് കോപ്പർ ട്യൂബ് ഉയർത്തി വെക്കേണ്ടത്. അപ്പോൾ അതിൽ D എന്ന് പറയുന്നത് കോപ്പർ ട്യൂബിൻ്റെ ഡയമീറ്ററാണ്. അത് മില്ലിമീറ്ററിൽ നമ്മൾ അളന്നെടുക്കുക. അതിനുശേഷം അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കോപ്പർ ട്യൂബിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 6 മില്ലിമീറ്ററാണ്. അപ്പോൾ അതിനെ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ 2 മില്ലിമീറ്ററാണ്. അപ്പോൾ 2 mm ഹൈറ്റാണ് നമ്മൾ ഫ്ലെയറിംഗ് ബ്ലോക്കിന് മുകളിലേക്ക് ഉയർത്തി വെക്കേണ്ടത്. ആ ഹൈറ്റ് കറക്റ്റായിട്ട് ഉയർത്തി വെക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്റ്റീൽ റൂളാണ്. ഫ്ലെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് കോപ്പർ ട്യൂബാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഡയമീറ്റർ അനുസരിച്ച് നമ്മൾ മുകളിലേക്ക് ഉയർത്തി വെക്കുന്ന ആ ഹൈറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 6 mm അല്ലെങ്കിൽ 4 ഇഞ്ചിൻ്റെ കോപ്പർ ട്യൂബാണ്. അതുകൊണ്ടാണ് ആ ഹൈറ്റ് നമുക്ക് 2 എന്ന് കിട്ടിയത്. അപ്പോൾ കുറച്ചുകൂടെ ഡയമീറ്റർ കൂടുതലുള്ള കോപ്പർ ട്യൂബാണെങ്കിൽ അതനുസരിച്ച് ആ ഹൈറ്റ് Hൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. കോപ്പർ ട്യൂബ് കറക്റ്റായി ഹോളിനുള്ളിൽ ഫിക്സ് ചെയ്തതിന് ശേഷം സൈഡിലുള്ള വിങ് നട്ടുകൾ നന്നായിട്ട് കൈകൊണ്ട് തിരിക്കുക. അത് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് വിങ് നട്ടുകൾ മാറി മാറിയാണ് തിരിക്കേണ്ടത്. കാരണം ഒരു സൈഡിലെ വിങ് നട്ട് കംപ്ലീറ്റായി തിരിച്ചതിന് ശേഷം മറ്റേ സൈഡിൽ വിങ് നട്ട് തിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വിങ് നട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ക്രൂ ഉണ്ട് അതിൻ്റെ ത്രെഡ് വെട്ടിപ്പോകുന്നതായിരിക്കും. അപ്പോൾ അത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇതുപോലെ ഫ്ലെയറിംഗ് യോക്ക് കയ്യിലെടുക്കുക.
അതിനുശേഷം ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അതിൻ്റെ ഹാൻഡിൽ തിരിച്ച് ആ സ്പിൻഡിൽ എന്ന് പറയുന്ന ഭാഗം ഏറ്റവും മുകളിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഏത് ഹോളിലാണോ കോപ്പർ ട്യൂബ് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഹോളിന് തൊട്ട് മുകളിൽ ഫ്ലെയറിംഗ് യോക്ക് വരുന്ന വിധമാണ് ഫ്ലെയറിംഗ് ബ്ലോക്കിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ഷനിൽ വെക്കുക, എങ്കിൽ മാത്രമേ അത് ലോക്കായിട്ട് ഇരിക്കുകയുള്ളൂ. ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ആ ഫ്ലെയറിംഗ് യോക്കിൻ്റെ ഹാൻഡിൽ പതുക്കെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിക്കുക. അപ്പോൾ തിരിക്കുമ്പോൾ ആ സ്പിൻഡിൽ എന്ന് പറയുന്ന ഭാഗം പതിയെ കോപ്പർ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്താണ് ആ കോപ്പർ ട്യൂബ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഹാൻഡിൽ തിരിക്കുന്ന സമയത്ത് വളരെ പതുക്കെ മാത്രമേ നമ്മളത് തിരിക്കാവൂ. അതല്ല എങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കോപ്പർ ട്യൂബിൻ്റെ ചില ഭാഗത്തിന് ഡാമേജ് പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന പോലെ വളരെ പതുക്കെ നമ്മൾ കറക്കുക. അപ്പോൾ കറക്കുന്ന സമയത്ത് നമ്മൾ ആ സ്പിൻഡിലിൻ്റെ അടിഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോപ്പർ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ആ സ്പിൻഡിൽ ഇറങ്ങുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ആ സ്പിൻഡിൽ എല്ലാ ഭാഗത്തും ടച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആ സമയത്തൊന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫ്ലെയറിംഗ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ആ ഹൈറ്റ് ഒരല്പം കൂടിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഈ ഫ്ലെയറിങ് ചെയ്യുന്ന സമയത്ത് കോപ്പർ ട്യൂബ് അത് വളഞ്ഞു പോകാനോ അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫ്ലെയറിംഗ് ഹൈറ്റ് നമ്മൾ സെറ്റ് ചെയ്തത് വളരെ കുറഞ്ഞു പോയി എങ്കിൽ അവിടെ ഫ്ലെയറിങ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ ഫ്ലെയറിംഗ് ബ്ലോക്കിൽ നമ്മൾ കോപ്പർ ട്യൂബ് വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്യുന്ന കാര്യം മുമ്പേ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ നന്നായി ടൈറ്റ് ചെയ്തില്ല എങ്കിൽ ഫ്ലെയറിങ് ചെയ്യുന്ന സമയത്ത് ആ കോപ്പർ ട്യൂബ് താഴേക്ക് തെന്നി ഇറങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ഫ്ലെയറിങ് കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് ഏറ്റവും താഴെ ഭാഗം ആകുമ്പോൾ ഹാൻഡിൽ സ്റ്റോപ്പ് ആവും, അവിടെ വെച്ച് സ്റ്റക്ക് ആകുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത് നിർത്തുക. ഇനി അടുത്തതായിട്ട് ആ സ്പിൻഡിലിന് ചുറ്റും നോക്കുക, എല്ലാ ഭാഗത്തും കോപ്പർ ട്യൂബ് ഫ്ലെയർ ആയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് ഏകദേശം കറക്റ്റായിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഫ്ലെയറിംഗ് യോക്ക് നമുക്ക് അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഫ്ലെയറിംഗ് ബ്ലോക്കിൻ്റെ സൈഡിലുള്ള 2 വിങ് നട്ടുകൾ നമ്മൾ കൈ ഉപയോഗിച്ച് ഇതുപോലെ അഴിക്കുക. അപ്പോൾ അത് അഴിക്കുന്ന സമയത്തും 2 വിങ് നട്ടുകളും ഒരുപോലെ അഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്ലെയറിംഗ് യോക്ക് അതിൽ നിന്നും ഡിസ്കണക്ട് ചെയ്താൽ മാത്രമേ ഫ്ലെയറിംഗ് ബ്ലോക്കിൽ നിന്നും കോപ്പർ ട്യൂബ് നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഫ്ലെയറിങ് അവിടെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്ലെയറിങ് ചെയ്ത് ഏകദേശം കറക്റ്റായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ വിങ് നട്ട് അഴിച്ചതിന് ശേഷം അതിൽ നിന്നും കോപ്പർ ട്യൂബ് പുറത്തെടുക്കാം. ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഒരു ഷട്ട് ഓഫ് വാൽവ് കാണിച്ചിരുന്നു. അപ്പോൾ ആ ഷട്ട് ഓഫ് വാൽവിൽ നമുക്ക് ഈ ഫ്ലെയർ ചെയ്ത കോപ്പർ ട്യൂബ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ചിൻ്റെ 1/4 ഇഞ്ചിൻ്റെ ഒരു ഫ്ലെയർ നട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയർ ചെയ്ത കോപ്പർ ട്യൂബ് അതിനുള്ളിലേക്ക് കയറ്റി ഇതുപോലെ ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കോപ്പർ ട്യൂബിൻ്റെ ഫ്ലെയർ ചെയ്ത ഭാഗം ഫ്ലെയർ നട്ടിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ലോക്ക് ആകുന്നുവെന്ന് ഉറപ്പുവരുത്തുക. ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു മെഷീനിൽ ഉള്ള ഒരു ലൈനിലാണ് നമ്മളിതുപോലെ ഫ്ലെയർ നട്ട് പിടിപ്പിക്കുന്നതെങ്കിൽ ഏറ്റവും ആദ്യം ഫ്ലെയർ നട്ട് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലെയർ ചെയ്യാവൂ. അതിനുശേഷം ഷട്ട് ഓഫ് വാൽവിൽ ആ ഫ്ലെയർ നട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ അത് സീറ്റിംഗ് ആകുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം നമ്മളൊരു ഡബിൾ എൻഡ് സ്പാനറോ അതല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റബിൾ സ്പാനറോ ഉപയോഗിച്ച് ആ ഫ്ലെയർ നട്ട് നന്നായി ടൈറ്റ് ചെയ്യേണ്ടതാണ്. നന്നായി ടൈറ്റ് ചെയ്തില്ല എങ്കിൽ ആ ഭാഗത്തൂടെ റെഫ്രിജറൻ്റ് ലീക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.